ഇത്തവണ വന്നിരിക്കുന്ന സയന്റിസ്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ത്രൂ ഗേറ്റ് ആണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. PSU എന്ന് പറയുന്നത് ബിടെക് കഴിഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന ഒരു ഏരിയ എന്ന് ഞാൻ പലപ്പോഴും പല വീഡിയോസിലൂടെയും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മാത്രം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട PSU നോട്ടിഫിക്കേഷൻസ് പറയാൻ പോകുന്നത്. ഒന്ന് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുണ്ട്, മറ്റൊന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ വന്നിട്ടുണ്ട്, അടുത്തത് ONGCയിൽ വന്നിട്ടുണ്ട്, അതേപോലെ NNBCയിൽ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ISROയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടനേകം അവസരങ്ങളാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 450-ലധികം ഒഴിവുകൾ ഇതിനോടകം ഈ 5 PSUസിൽ നിന്ന് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് അവസരങ്ങൾ വരാനിരിക്കുകയാണ്. ഇത്തരം PSU അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു സാധാരണ ഗവൺമെന്റ് എംപ്ലോയീസിന് ലഭിക്കുന്നതിനേക്കാൾ എത്രയോ ഉയർന്ന ശമ്പളവും സ്റ്റാറ്റസുമാണ് ലഭിക്കാൻ പോകുന്നത്. ഏറ്റവും സേഫ് ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള ജോബ് തന്നെയാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് എന്ന് പറയുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ മലയാളികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇത്തരം ഓപ്പർച്യൂണിറ്റീസുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകളാണ് കുറച്ചുകൂടി ഈ എക്സാമിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്നതും നേടിയെടുക്കുന്നതും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റിയ എക്സാം ആണ്. പ്രത്യേകിച്ച് ബിടെക് കഴിഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ബിടെക് കഴിഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. മാത്രമല്ല ഈ എക്സാംസുകളിൽ പലതിലും ഏജ് ലിമിറ്റ് 30-ന് താഴേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇത്തരം അവസരങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും മികച്ച സമയം. ജൂലൈ ഓഗസ്റ്റിനിടയിൽ ഒട്ടനേകം അവസരങ്ങളാണ് PSUസിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ അവസരങ്ങളാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BPCL നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോൺ മാനേജ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് പ്രോസസ് ടെക്നീഷ്യൻ കെമിക്കൽ 60 പോസ്റ്റ് വന്നിട്ടുണ്ട്, പ്രോസസ് ഓപ്പറേറ്റർ കെമിക്കൽ 64 പോസ്റ്റ്, ടെക്നീഷ്യൻ മെക്കാനിക്കൽ 13 പോസ്റ്റ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 17 പോസ്റ്റുകളുമാണ് എന്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് അതിന്റെ ആപ്ലിക്കേഷൻ, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതേപോലെ സ്കിൽ ടെസ്റ്റ് ആൻഡ് മെഡിക്കൽ ഇവാലുവേഷൻ, ഇതായിരിക്കും ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞ് ഇപ്പൊ BPCL വന്നിരിക്കുന്നത്. നോൺ മാനേജ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. മാനേജ്മെന്റ് ട്രെയിനി പോസ്റ്റിലേക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോസ്റ്റിലേക്കൊക്കെ ഉള്ള നോട്ടിഫിക്കേഷൻ വൈകാതെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ ഇതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ട്രെയിനി റിക്രൂട്ട്മെന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റ് ആണ്. ഏറ്റവും മികച്ച സാലറിയോട് കൂടി, അതായത് 50,000 മുതൽ 1,60,000 വരെയാണ് ഇതിന്റെ സാലറി വരുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് കേവലം 28 വയസ്സാണ്. അപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് PSUകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഗവൺമെന്റ് എക്സാംസുകൾക്ക് വേണ്ടി പഠിക്കുന്നവർക്കൊന്നും യാതൊരു അഡ്വാൻറ്റേജും ഇല്ല. അതായത് 28 വയസ്സ് മാത്രമാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. 49 പോസ്റ്റ് മെക്കാനിക്കലും, ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് 32 പോസ്റ്റും, ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് 18 പോസ്റ്റുമാണ് ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ നിങ്ങൾ ഇലക്ട്രിക്കൽ, അതേപോലെ തന്നെ മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇതിനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും അതേപോലെ തന്നെ ഇന്റർവ്യൂവും കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് എംപാനൽമെന്റ് ലഭിക്കാൻ പോകുന്നത്. സോ കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ ഇതൊരു മികച്ച അവസരമായിട്ട് മാറുകയാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ONGC ആണ്. അപ്പോൾ ONGCയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ലെവൽ 1-ലുള്ള പോസ്റ്റുകളിലേക്കാണ്. അപ്പൊ അതിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 52 വേക്കൻസീസ് ആണ്. ഇതിന്റെ അപ്രോക്സിമേറ്റ് സാലറി എന്ന് പറയുന്നത് 26 ലക്ഷമാണ് CTC പറഞ്ഞിരിക്കുന്നത്. അതായത് 60,000 മുതൽ 1,80,000 വരെയാണ് ഇതിന്റെ പേ സ്കെയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 27 പോസ്റ്റുകളും, കെമിക്കലിൽ 10 പോസ്റ്റുകളും, പെട്രോളിയം എഞ്ചിനീയറിംഗിൽ 9 പോസ്റ്റും, ജിയോളജിയിൽ 4 പോസ്റ്റും, ഇൻസ്ട്രുമെന്റേഷനിൽ 2 പോസ്റ്റുമാണ്. അപ്പൊ ഇതും നല്ലൊരു അവസരം തന്നെയാണ്. മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ 27 പോസ്റ്റാണ് വന്നിരിക്കുന്നത്. സാലറി സ്കെയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 60,000 മുതൽ 1,80,000 വരെയാണല്ലേ. അപ്പൊ പല PSUസിൽ പല ബ്രാഞ്ചസിലായിരിക്കും നോട്ടിഫിക്കേഷൻസ് വരാൻ പോവുക. അൾട്ടിമേറ്റ്ലി ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടനേകം അവസരങ്ങൾ. ഇനി മറ്റൊരു അവസരം നമ്മൾ നോക്കുകയാണെങ്കിൽ NMDC സ്റ്റീൽ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി ആണ്. 102 വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഇതിൽ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 27 ആണ്. അതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ടത് മെക്കാനിക്കലിൽ 51 വേക്കൻസി മെക്കാനിക്കലും, അതേപോലെ തന്നെ ഇലക്ട്രിക്കലിൽ 22 പോസ്റ്റ് വന്നിട്ടുണ്ട്. മറ്റു ബ്രാഞ്ചസിലും ഉണ്ട് കേട്ടോ. ഇപ്പൊ കെമിക്കലിൽ 4 ഉണ്ട്, കമ്പ്യൂട്ടറിൽ 4 ഉണ്ട്, അതേപോലെ തന്നെ സിവിലിൽ 3 ഉണ്ട്,
അങ്ങനെയുള്ള ബ്രാഞ്ചസിൽ ഇൻസ്ട്രുമെന്റേഷനിൽ 2 ആണ് ഇതിൽ വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയമെങ്കിലും അടുത്ത PSU നോട്ടിഫിക്കേഷൻ വന്നിരിക്കും. അതേപോലെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ISRO. പക്ഷെ ISROയിൽ ഇത്തവണ വന്നിരിക്കുന്ന സയന്റിസ്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ത്രൂ ഗേറ്റ് ആണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാ പ്രാവശ്യവും അങ്ങനെ ആയിരിക്കില്ല, അത് സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാംസ് വേറെ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ അവസരങ്ങളുടെ ഒരു പെരുമയ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ ബ്രാഞ്ചസുകാർക്കുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പൊ BPCL ആണെങ്കിലും HAL ആണെങ്കിലും ONGC ആണെങ്കിലും NMDC ആണെങ്കിലും ISRO ആണെങ്കിലും ഇനി വരാനിരിക്കുന്ന ഒട്ടനേകം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ വരാനിരിക്കുന്നുണ്ട്, പവർ ഗ്രിഡ് കോർപ്പറേഷനിൽ വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ അവസരങ്ങളുടെ ഒരു പെരുമയ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു PSUസിൽ ലഭിക്കാൻ പോകുന്നത്. ഇത് മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇതിന് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും, 2-3 മാസത്തിനുള്ളിൽ. ഇതാണ് ഇതിന്റെ നോർമൽ ട്രെൻഡ്. അതുകൊണ്ട് ഈ എക്സാമിന് വേണ്ടി കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പഠിക്കുക. എൻട്രിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, PSUസിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ട് അത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് എല്ലാ ബാച്ചസും അവൈലബിൾ ആണ്. അത് ഡിപ്ലോമ ലെവലുണ്ട്, ഡിഗ്രി ലെവലുണ്ട്. സോ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയും നമ്മുടെ PSU ബാച്ചസിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങല്ലേ? 2026-27 നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.